ഇതാണ് യാഗി ആന്റന. മുഴുവൻ പേര് പറയുകയാണെങ്കിൽ യാഗി ഉഡ ആന്റന എന്ന് പറയണം. പലപ്പോഴും നമ്മൾ ഇതൊന്നും പറയാറില്ല, വെറും യാഗി എന്നേ പറയാറുള്ളൂ, ആന്റന എന്ന് പോലും പറയാറില്ല. അപ്പോൾ ഇതിന് ഒരു ബൂമുണ്ട്. ഈ കാണുന്നതാണ് ഇതിൻ്റെ ബൂം. ഇതിലിപ്പോൾ നമ്മൾ ഈ ബൂം ഉണ്ടാക്കിയിരിക്കുന്ന അലുമിനിയം കൊണ്ടാണ്. 1 ഇഞ്ച് സ്ക്വയർ പൈപ്പാണ് അലുമിനിയം ബൂം. എലമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് 8 മില്ലിമീറ്റർ അലുമിനിയം പൈപ്പുകളാണ്. പിന്നെ സാധാരണ പൈപ്പ് ഫിറ്റ് ചെയ്യണ പോലത്തെ ക്ലാമ്പുകൾ ഉപയോഗിച്ചിട്ടാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്, സ്ക്രൂ ചെയ്തിട്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ഇതാണ് ഗാമ മാച്ച്. പക്ഷെ ഇത് മുഴുവനായിട്ടില്ല, കുറച്ച് ഭാഗമായിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ എലമെൻറ്റ്സ് പറയുകയാണെങ്കിൽ ഇതാണ് റിഫ്ലക്ടർ എലമെൻറ്റ് എന്ന് പറയും. റിഫ്ലക്ടർ എലമെൻറ്റ് ഒന്നേ ഉണ്ടാവുള്ളൂ. ഇത് ഡ്രിവൺ എലമെൻറ്റ്, ഇവിടെയാണ് ശരിക്ക് റേഡിയോ ഫ്രീക്വൻസി ഫീഡ് ചെയ്യുന്നത്. പിന്നെ ഈ മുന്നോട്ടുള്ളതൊക്കെ ഡയറക്ടേഴ്സാണ്. 1, 2, 3 ഡയറക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓരോന്നും തമ്മിലുള്ള സ്പേസിംഗ് ഒക്കെ ആൻറ്റന ഡിസൈനിൽ വരുന്നതാണ്. ഈ പ്രത്യേക ഡിസൈനിൽ ഈ എല്ലാ എലമെൻസും കണ്ടക്റ്റിംഗ് ബൂമിൻ്റെ മുകളിൽ തന്നെയാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. ഇൻസുലേഷൻ ഇല്ല. അപ്പോൾ ഡ്രിവൺ എലമെൻറ്റിന് പോലും ഇൻസുലേഷൻ ഇല്ല. പിന്നെ ഡ്രിവൺ എലമെൻറ്റ് രണ്ടായിട്ട് മുറിച്ചിട്ടില്ല. ഒരു ഡ്രിവൺ എലമെൻറ്റ് ഒരു ഡൈപോളാണല്ലോ, ഡൈപോളിനാകുമ്പോൾ 2 ഹാഫ് ഉണ്ടാവും. അപ്പോൾ ഒരു സെൻറ്റർ വെച്ചിട്ട് 2 കഷ്ണമായി മുറിച്ചിട്ടാണ് പല ഡിസൈനിലും ഉണ്ടാവുക. ഇത് അങ്ങനത്തെ ഡിസൈനല്ല. ഗാമ മാച്ചുള്ള ഡിസൈനിൽ ഡ്രിവൺ എലമെൻറ്റ് രണ്ടായിട്ട് മുറിക്കില്ല. അപ്പോൾ അതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ ഡ്രിവൺ എലമെൻറ്റിൻ്റെ ബലം കുറഞ്ഞു പോയില്ല. ഇതിവിടെ മുറിച്ചിട്ട് 2 പീസായിട്ട് ഫിറ്റ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ബലം കുറയും. പിന്നെ അങ്ങനത്തെ ഡിസൈനിൽ ഇൻസുലേറ്റർ വയ്ക്കും, ഒരു ക്ലാമ്പ് വെച്ചിട്ട്, അതായത് ഹൈഡ്രോളിക് ക്ലാമ്പ് എന്ന് പറഞ്ഞ ക്ലാമ്പ് വെച്ചിട്ട് ഇവിടെ ഇത് പൊക്കി വയ്ക്കും. അങ്ങനത്തെ ഡിസൈനിൽ മിക്കവാറും എല്ലാ എലമെൻറ്റ്സും അങ്ങനെ തന്നെ ചെയ്യാം. അപ്പോൾ ഇതിൽ റിഫ്ലക്ടർ എന്ന് പറഞ്ഞു ഡ്രിവൺ എലമെൻറ്റ് ഡയറക്ടേഴ്സ്. അപ്പോൾ ഈ റിഫ്ലക്ടറിനായിരിക്കും ഏറ്റവും കൂടുതൽ നീളം ഉണ്ടാവുക. ഈ റിഫ്ലക്ടർ ഡ്രിവൺ എലമെൻറ്റിനെക്കാട്ടും നീളം ഉണ്ടാവും. ഡ്രിവൺ എലമെൻറ്റ് സാധാരണ മൊത്തം ലെങ്ത്ത് ഒരു ഏകദേശം ഹാഫ് വേവ് ലെങ്ത് ആയിരിക്കും. ഒരു ക്വാർട്ടർ വേവ് ലെങ്ത് ഇങ്ങോട്ടും ക്വാർട്ടർ വേവ് ലെങ്ത് ഇപ്പുറത്തേക്കും. അതിലും കുറേശ്ശെ കുറവായിരിക്കും ഈ എലമെൻറ്റ്സ് ഒക്കെ. അത് ഡിസൈനുകളനുസരിച്ച് മാറ്റം വരും. ഞാൻ പറഞ്ഞല്ലോ, സ്പേസിങ്ങും ഡിസൈനും അനുസരിച്ച് മാറ്റം വരും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുവാണെങ്കിൽ SWRൽ മാറ്റം വരും. അതുപോലെ ഈ ഗാമ മാച്ചിൽ ഈ ഗാമ പൈപ്പ് ഉണ്ടല്ലോ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുവാണെങ്കിലും SWR മാറ്റം വരും. അതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു കോആക്സിൻ്റെ കഷ്ണം ഉണ്ടാവും, അതൊക്കെ വെച്ചിട്ടാണ് കണക്ട് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ കപ്പാസിറ്റൻസ് ആണ് നമ്മൾ മാറ്റുന്നത്. ഗാമ ട്യൂബ് ഉണ്ടല്ലോ, ഈ ട്യൂബ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോൾ അത് മാറ്റിക്കൊണ്ടിരിക്കുന്നത് അവിടുത്തെ കപ്പാസിറ്റൻസ്. അപ്പോൾ ഒരു ട്യൂണിങ് ആണ് അവിടെ നടക്കുന്നത്. ഈ സ്ക്രൂ എന്തിനാ